ശ്രീ ഷിബു മീരാൻ, ഇപ്പോൾ AK ബാലനോ P ജയരാജനോ മാറാട് ഓർമ്മിപ്പിച്ചാൽ അത് ഇസ്ലാമോ ഫോബിയയോ ഇസ്ലാം വിരുദ്ധതയോ സംഘപരിവാർ ഭാഷ്യമോ ഒക്കെ ആകുമെങ്കിൽ അവർ മാത്രമല്ലല്ലോ മാറാട് ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. ഞാൻ 2010 ഒരു ലേഖനം വായിക്കാം. മൂവാറ്റുപുഴ സംഭവത്തെ പോലെ അതിലേറെ കേരളീയ സമൂഹത്തെ സ്തംഭിപ്പിച്ച സംഭവമായിരുന്നു 2003 മാറാട് കൂട്ടക്കൊല. ആ സംഭവത്തിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള ലീഗാണ് പുതിയ തീവ്രവാദ വിരുദ്ധ സമരത്തിലെ മുന്നണി പോരാളി. മാറാട് സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ തന്നെ നിശ്ചയിച്ച ജുഡീഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിലെ 10-ാം അധ്യായം ഈ അവസരത്തിൽ ഒന്നുകൂടി വായിക്കുന്നത് നന്നാവും. കമ്മീഷന്റെ കണ്ടെത്തലുകൾ അക്കം വിട്ട് നിരത്തിയ ഈ അധ്യായത്തിൽ 5-ാമത്തെ പോയിന്റ് ഇങ്ങനെ: 2003 മെയ് 2-ന് മാറാട് കടപ്പുറത്ത് നടന്ന കൂട്ടക്കൊലയുടെ ആസൂത്രണത്തിലും നടത്തിപ്പിലും IUML പ്രവർത്തകർ സജീവമായി പങ്കാളികളായി. ലീഗ് നേതൃത്വത്തിന്റെ, നന്നേ ചുരുങ്ങിയത് പ്രാദേശിക നേതൃത്വത്തിന്റെയെങ്കിലും അനുഗ്രഹാശിസുകൾ ഇല്ലാതെയാണ് ലീഗുകാർ അതിൽ പങ്കാളികളായതെന്ന് കരുതാൻ കഴിയില്ല. മാറാട് സംഭവം CBI അന്വേഷിക്കുന്നതിനെതിരെ ഏറ്റവും ഭയപ്പാടോടെ കാണുകയും അതിനെതിരെ നിന്ന് മാറാട് വിഷയത്തെ നിരന്തരം കത്തിച്ചു നിർത്തുകയും ചെയ്ത അതേ ലീഗ് ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പുതിയ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് എന്തായാലും ചിരിക്ക് വക നൽകുന്നതാണ്. ഇത് C. ദാവൂദ് മാധ്യമം പത്രത്തിൽ 2010 എഴുതിയ, നേരത്തെ ശ്രീ P. ജയരാജൻ ഉദ്ധരിച്ച ലേഖനമാണ്. തീവ്രവാദത്തിനെതിരെ കോട്ടക്കൽ കഷായം. അതായത് ഇപ്പോൾ CPM നിങ്ങൾക്കെതിരെ ഉയർത്തിയ മാറാട് വാദം അല്ലെങ്കിൽ മാറാട് ആരോപണം ജമാഅത്തെ ഇസ്ലാമി തന്നെ നിങ്ങൾക്കെതിരെ, മുസ്ലിം ലീഗിനെതിരെ മുമ്പ് ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. അഭിലാഷ്, ഈ മാറാട് കലാപം കേരളത്തിന്റെ ചരിത്രത്തില് നമ്മളൊക്കെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു സംഭവമായിരുന്നു. ഈ മാറാട് എന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ചർച്ചയിൽ ഒരാൾ 2 മുസ്ലിങ്ങൾ 3 ഹിന്ദുക്കൾ എന്ന് സ്കോർ ബോർഡൊക്കെ പറഞ്ഞ വല്ലാതെ ആവേശം കൊള്ളുകയാണ്. ജയരാജൻ സഖാവാണെങ്കിൽ ചർച്ചയുടെ 2 ഘട്ടത്തിലും ആവർത്തിച്ച് മാറാട് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അഭിലാഷാണെങ്കിൽ പ്രയാസപ്പെട്ടൊരു പത്രക്കട്ടിക്കും കൊണ്ടുവന്ന് വായിക്കുന്നുണ്ട്. ആ കലാപം കേരളത്തിൽ സംഭവിച്ചതാണ്. കുറെ പേർ മരിച്ചിട്ടുണ്ട്. അഭിലാഷ്, ഞങ്ങളിപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഞങ്ങളിത് പറയുന്നത് ആ മുറിവിനെ കേരളം മറികടന്നു കഴിഞ്ഞു. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിന്റെ സംവാദത്തിൽ പരസ്പരം നടക്കേണ്ടുന്ന പ്രതിപക്ഷ ബഹുമാനത്തോടുള്ള ഒരു ചർച്ചയിൽ ഈ പഴയ കലാപത്തെ വീണ്ടും കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഡയലോഗിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് ആരുടെ അജണ്ടയാണ് എന്നാണ് ഇവിടെ. അതിന്റെ ഭാഗമായിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ സജീവൻ സാർ അദ്ദേഹം കൃത്യമായി പറഞ്ഞല്ലോ, എല്ലാ വിഭാഗം ആളുകളും പരസ്പരം ഒത്തുതീർപ്പുണ്ടാക്കി കേരളം അടച്ചു വെച്ചൊരു അധ്യായത്തെ വീണ്ടും മുറിവേൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് എത്ര പങ്ക്, ഞങ്ങൾക്ക് എത്ര പങ്ക് എന്നൊരു ചർച്ച ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആരെ സഹായിക്കാനാണ്? ഇനിയിപ്പോൾ BJPയുടെ പ്രതി പറയുന്നു താങ്കളും ആ ലേഖനം കൂടി ലീഗിന്റെ പങ്കിനെ കുറിച്ച് ഇങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുക. ഞാനൊരൊറ്റ സംഭവം പറയാം. 1993 താനൂരിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു. ബോംബ് ഉണ്ടാക്കിയതും കൊല്ലപ്പെട്ടതും RSSുകാർ തന്നെയായിരുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച ഉമ്മൻ കോശി എന്നൊരു പോലീസ് ഓഫീസർ പറഞ്ഞത് കേരളത്തെ ദൈവം രക്ഷിച്ചതാണ്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രക്കെതിരെ ബോംബ് എറിഞ്ഞിട്ട് കലാപം ഉണ്ടാക്കലായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ്. ക്ഷേത്രങ്ങളിലേക്ക് മലം വലിച്ചെറിഞ്ഞതിന്റെയും ക്ഷേത്രങ്ങളിലേക്ക് പിന്നെ ബീഫ് വലിച്ചെറിഞ്ഞതിന്റെയും പേരിൽ ഉത്തർപ്രദേശിലെ പോലീസ് RSSുകാരെ അറസ്റ്റ് ചെയ്തതിന്റെ ഒരു 100 പത്രക്കട്ടിങ് ഞാൻ വേണമെങ്കിൽ അഭിലാഷിന് അയച്ചുതരാം. ഞങ്ങൾ ഒറ്റ കാര്യം, ഞാൻ എൻ്റെ ചർച്ചയിൽ ജയരാജൻ സാഹബ് ഇടയ്ക്ക് ഇടപെട്ടപ്പോൾ കേൾക്കാതെ പോയൊരു കാര്യമുണ്ട്. ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, തെരഞ്ഞെടുപ്പാണ്. സഖാവ് ജയരാജൻ, താങ്കളോ ഞങ്ങളോ ജയിച്ചേക്കാം. അത് കേരളത്തിലെ ജനങ്ങളുടെ കൈകളിലിരിക്കുന്ന ഒരു തീരുമാനമാണ്. പക്ഷേ പരസ്പരം മാന്യമായ രാഷ്ട്രീയ സംവാദം നടത്താൻ ഈ കേരളം ബാക്കിയാവേണ്ടതുണ്ട്. ഈ 2010 സംഭവം തന്നെ ഈ ലേഖനം വരുന്നത് 2010 പശ്ചാത്തലത്തിലാണല്ലോ. എപ്പോഴാണ് യോഗം ഉണ്ടാവുന്നത്? ഒരു ക്രൈസ്തവ അധ്യാപകന്റെ കൈവെട്ടുന്നു. ഞങ്ങൾ യോഗം വിളിച്ച് എല്ലാ മതസംഘടനകളെയും ഒരുമിച്ച് നിർത്തി ഈ കേരളത്തിന് മുഴുവൻ മാതൃകയാകുന്ന രൂപത്തിൽ ആ സംഭവത്തെ ആദ്യം മുന്നിൽ നിന്ന് പ്രതിരോധിക്കേണ്ടത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. ആ കമ്മ്യൂണിറ്റിയുടെ പ്രവാചകന്റെ പേരിൽ ഇങ്ങനെ ഒരു തോന്നിയാസം നടക്കരുത് എന്നൊരു നിലപാടെടുക്കുമ്പോൾ ആ യോഗത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വന്നില്ല. ഞങ്ങൾ തമ്മിലൊരു തർക്കമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അഭിലാഷ്, ഞങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഈ നിമിഷവും തീർന്നിട്ടില്ല. അത് നാളെയും അവസാനിക്കില്ല. മനസ്സിലാക്കിക്കോ. CPMനെ പോലെ ഐഡിയോളജിക്കലായ ആ വ്യത്യസ്തകൾ അടിയറ വെച്ചുകൊണ്ടല്ല ഞങ്ങൾ ഇവരുമായി ഈ നിലയ്ക്ക് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ ഒരു നീക്കുപോക്കുണ്ടായത്. അവർ ഞങ്ങൾക്ക് ഇപ്പൊ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. പാകിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലേ സഖാവ് ജയരാജൻ? ബംഗ്ലാദേശിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലേ സഖാവ് ജയരാജൻ? അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ കേരളത്തിലിരിക്കുന്ന താങ്കൾ ഏതെങ്കിലും നിലയ്ക്ക് ആൻസറബിൾ ആണോ? പിന്നെ പച്ചക്കളം കുഞ്ഞാലിക്കുട്ടി ചർച്ച നടത്തിയത്, രഹസ്യമായി മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയതും പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കിയതിനും അതിന് കേരളത്തിന്റെ പൊതുഭൂമി 30 ഏക്കർ വിട്ടുകൊടുത്തതും ആരായിരുന്നു എന്ന് കേരളത്തിന് അറിയാം. എന്റെ ധാരണ ശരിയാണെങ്കിൽ സഖാവ് ജയരാജനടക്കം ആ രഹസ്യ ചർച്ചയിൽ പങ്കെടുത്തവരാണ്. നിങ്ങൾ നടത്തുമ്പോൾ നല്ല ചർച്ച, മറ്റാരെങ്കിലും നടത്തിയാൽ മോശം ചർച്ച. RSSുമായി ഞങ്ങൾ രാഷ്ട്രീയമായ ഒരു ചർച്ചയും നടന്നിട്ടില്ല. മാറാട് കലാപത്തിൽ സമാധാനം ഉണ്ടാക്കാൻ അതിന്റെ ഭാഗമായിട്ടുള്ള കക്ഷികളുമായി
ഭരണാധികാരികൾ എന്ന നിലക്ക് സമാധാനം ഉണ്ടാക്കാൻ നടത്തിയ ചർച്ചയല്ലാതെ RSSന്റെ പയ്യാമ്പരത്ത് വോട്ട് ചോദിച്ചു പോകേണ്ട ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ കിട്ടുന്ന വോട്ട് വേണ്ട എന്ന് അന്നും ഇന്നും ഞങ്ങളുടെ നിലപാട്. അവരോട് താതാത്മ്യം പ്രാപിക്കുന്ന രാഷ്ട്രീയവും ഞങ്ങൾ പറയില്ല. ഒരു വർഗീയതയ്ക്കും ഞങ്ങൾ കൊള്ളിയതില്ല. തരാതരം പോലെ വർഗീയതയ്ക്ക് കൊള്ളുതിയവർ നിങ്ങളാണ് എന്ന് കേരളത്തിന് ബോധ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി അഭിലാഷ്, ചേട്ടൻ ബാവ അനിയൻ ബാവ സിനിമ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഈ ചേട്ടന്റെ കുഴപ്പം. എനിക്കൊന്നും ചെയ്യാൻ ബാക്കി വെക്കൂല, എല്ലാം അങ്ങ് ചേട്ടൻ ചെയ്ത് കളയുമെന്നതുപോലെ BJP ഇപ്പൊ CPM-നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ചേട്ടൻ ബാവ അനിയൻ ബാവ കളിക്കുന്ന രണ്ടു കൂട്ടരും കൂടി.